മംഗളൂരു കോട്ടേക്കർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച കേസിൽ തെളിവെടുപ്പിനിടെ നാടകീയ രംഗങ്ങൾ. പ്രതികളായ ഒരാൾ ബിയർ പൊട്ടിച്ച് പോലീസുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചു. ബാങ്ക് കവർച്ചയ്ക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, കഴിഞ്ഞ ദിവസമാണ് ഈ മംഗളൂരു കോട്ടേക്കർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച കേസിൽ പ്രതികളെ പിടികൂടിയുണ്ടായത്. തുടർന്ന് ഇപ്പോൾ തെളിവെടുപ്പിനിടെ നാടകീയ രംഗങ്ങൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലൊരാൾ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പോലീസിനെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർ വിവരങ്ങൾ എന്താണ്? ഹരിത, ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ബാങ്കിന്റെ ഈ കൊള്ളയടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനിടെയാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള മുംബൈ സ്വദേശിയായിട്ടുള്ള കണ്ണൻ മണി ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഇയാൾ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. 3ഓളം ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് ഇയാളെ മുട്ടിന് താഴെ വെടിവെക്കുകയും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായത്. എന്തായാലും ഈ 4 പേരെയും, അതായത് 3 പോലീസ് ഉദ്യോഗസ്ഥരെയും ഇയാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു നടപടിക്രമങ്ങളും പോലീസ് ഇപ്പോൾ അതിവേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. കവർച്ചയുടെ ഭാഗമായി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം സ്വർണം പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും മറ്റ് പ്രതികൾക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രതികളുള്ള കേസിൽ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഇവർ 3 പേരിൽ 2 പേർ മുംബൈ സ്വദേശികളാണ്, ഒരാൾ തമിഴ്നാട് സ്വദേശികളാണ്. ഇവർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംഘാംഗങ്ങൾ പല വഴിക്ക് പിരിഞ്ഞതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 3 പേർ കേരളത്തിലൂടെ തിരുനെൽവേലിയിലേക്കും മറ്റ് ബാക്കി 3 പേർ മംഗളൂരു ഭാഗത്തു നിന്ന് കർണാടകയുടെ മറ്റ് ഭാഗത്തേക്കും കടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ മറ്റ് പ്രതികളെയും പിടികൂടാനാകുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഹരിത, ജോസഫ്, ഒരു പോലീസിന്റെ തെളിവെടുപ്പിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതികൾ എത്രമാത്രം അക്രമാസക്തമാണെന്നാണ് മനസ്സിലാക്കുന്നത്? ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലുള്ള പ്രതികളാണോ ഇവർ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഹരിത, തീർച്ചയായും അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ്. ഇവരുടെ കൈവശം ആയുധങ്ങളും വടിവാളുകളും തോക്കുകളും പിസ്റ്റളുകളും ഒക്കെ പോലീസ് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുമ്പും സമാന രീതിയിൽ ആക്രമണം നടത്തുകയും മോഷണം നടത്തുകയും ചെയ്തവരാണ് ഇതിന് പിന്നിൽ എന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. അതായത് ഒരു ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ കൊള്ളയടിക്കാൻ വരുന്നവർ തീർച്ചയായും ആയുധങ്ങളും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ വൈദഗ്ധ്യം ലഭിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയൊരു സുരക്ഷ മുൻകരുതലോട് കൂടി തന്നെയാണ് ഈ തെളിവെടുപ്പിനും മറ്റും പോയത്. പക്ഷേ ഇത് ഒരു അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം എന്ന് പോലീസിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും 3 പോലീസുകാർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ തോക്കുപയോഗിച്ച് മുറ്റിന് താഴെ വെടിവെച്ച് പിന്നീട് ബലപ്രയോഗത്തോടെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രതി രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് ആക്രമിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവർ ചില്ലറക്കാരല്ല എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായതാണ്. 3 സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ സംയോജിത ഇടപെടലിലാണ് ഈ സംഘാംഗങ്ങൾ പിടിയിലായത്. ആദ്യം ഈ ബാങ്ക് കവർച്ച നടത്തിയതിനു ശേഷം ഇവർ 100 മീറ്റർ അകലെയുള്ള ദേശീയപാതയ്ക്കരികിലെത്തി അവിടെ നിന്ന് 2 കാറുകളിലായി സഞ്ചരിക്കുകയായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് ഈ കൊള്ള നടക്കുന്ന സമയത്ത് ബാങ്കിന്റെ സമീപത്തുണ്ടായിരുന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു വാഹനം, ഈ വാഹനത്തെ ചുറ്റിപ്പറ്റി നടത്തിയ പരിശോധനയിലാണ് ഇവർ ഈ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നും ഈ വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ് കൂടുതലായി എടുത്തപ്പോൾ ഇവരാണ് പ്രതികളെന്നും പോലീസിന് മനസ്സിലായത്. തുടർന്ന് കേരളത്തിൽ എത്തിയ ഇവർ തിരുവനന്തപുരം വഴി തിരുനെൽവേലിയിലേക്ക് കടന്നതായി കേരള പോലീസ് വിവരം നൽകി. പിന്നീട് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ 3ാം ദിവസം ഇവരെ പിടികൂടുകയായിരുന്നു ഉണ്ടായത്. അതിസാഹസികരമായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ഇവരെ പിടികൂടിയത്. ആ സമയം ഇവരുടെ കയ്യിൽ നിന്ന് വാളുകളും പിസ്റ്റളുകളും അതുപോലെ തന്നെ ഈ തോക്കുകളും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇവരെ ഈ മംഗളൂരുവിൽ എത്തിച്ചതിനു ശേഷവും തെളിവെടുപ്പിനിടെയും ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ജാഗ്രതയോടെയാണ് പോലീസ് ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. മറ്റ് 3 പേരെയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊള്ളമുതലിന്റെ ഒരു ഭാഗം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല
ഇതിൽ കർണാടക സ്വദേശികളായ ആളുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മംഗളൂരു കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എത്രയും വേഗം തന്നെ ഈ പ്രതികളിലേക്ക് എത്തിച്ചേരാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഹരിത. ശരി, മംഗളൂരു കോട്ടയക്കാർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച കേസിൽ തെളിവെടുപ്പിനിടെ നാടകീയ രംഗങ്ങൾ. പ്രതികളിൽ ഒരാൾ ബിയർ കുപ്പി പൊട്ടിച്ച് പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ വിശദാംശങ്ങളാണ് ഇപ്പോൾ ജോസഫ് അഗസ്റ്റിൻ നൽകിയത്.